കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിന് ആവശ്യമായ 34 കോടി മോചനദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. വലിയ ആഘോഷമാണ് ഈ വീട്ടിൽ നടക്കുന്നത്. ഉമ്മ 18 വർഷമായി കരയുന്നു. വലിയ സന്തോഷമുണ്ടായി. സന്തോഷമുണ്ട്. നിന്റെ കുട്ടിയെ കയറി ഇങ്ങോട്ട് കാണണം. അപ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. ഒന്ന് കയറട്ടെ എൻ്റെ അടുത്ത്, ഉമ്മാന്ന് വിളിച്ച് കാണട്ടെ, അത് കാട്ടിത്തരട്ടെ. അതുവരെ സന്തോഷം തന്നെയാണ് എല്ലാറ്റിനും. അത് കഴിച്ചിലായല്ലോ. പെരുന്നാൾ പിറ്റേന്ന് നോമ്പ് നോറ്റിരിക്കുന്നു ഉമ്മ. അപ്പോഴാണ് ഈ വലിയൊരു സന്തോഷം, കാത്തിരുന്ന സന്തോഷം വരുന്നത്. നോമ്പിന്റെ പതിലോണ്ടാണ് ഈ സന്തോഷം. ഇത് മുഴുവനായി കിട്ടട്ടെ. ഇവരൊക്കെ നോമ്പ് മുറിക്കാൻ പറഞ്ഞ് മുറിക്കാതൊക്കെ എൻ്റെ കുട്ടികൾക്ക് കാണട്ടെ. ഈ നോമ്പ് വൈകുന്നേരം ആക്കട്ടെ. എനിക്ക് വർത്താൻ അധികം പറയാൻ കഴിയും. ഞങ്ങളെ റമളാൻ മാസത്തിലെ 30 നോമ്പ് നോറ്റിരുന്നു. അതിനുശേഷം വീണ്ടും 6 നോമ്പ് നോക്കുക. അവർക്കാണെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ് നോക്കില്ല, മര്യാദയ്ക്ക് വയ്യ. മകന്റെ മോചനത്തിന് വേണ്ടിയാണ്. മോചനത്തിന് വേണ്ടിയല്ലേ എൻ്റെ കുട്ടി ഞാനായിട്ട് ഒത്തുകൂടി കാണണമെന്നുള്ളൊരു മുറാട് വെച്ചിട്ട് അതിന് അള്ളാഹുത്താൻ തെറ്റി. തിരക്കായോ, ധൃതിയായോ മകനെ കാണാൻ? എല്ലാവരും ധൃതി ഉണ്ടാവൂലേ? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങളൊക്കെ അവസ്ഥ എന്താ? നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് അങ്ങൊക്കെ ഒരു കുട്ടിയെ കാണാതാവുമ്പോൾ? ഇന്ന് രാവിലെ കാണുമ്പോൾ ഉമ്മയുടെ മുഖം കറുത്ത് മ്ലാനാവസ്ഥയിലായിരുന്നു. ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. അതൊക്കെ ആരുടെ പണിയാണ്? അള്ളാഹിൻ്റെ പണിയാണ്. അള്ളാഹു അത് നിർത്തി തരട്ടെ. എൻ്റെ കുട്ടിനെ കണ്ടിട്ട് കുട്ടിയുടെ കൂടെ ജീവിച്ചിട്ട് മരിക്കാൻ അള്ളാഹു എത്തിട്ട്. ഇത്ര മാത്രം പറയാനുള്ളൂ മക്കളെ. അസ്സലാമു അലൈക്കും. മര്യാദയ്ക്ക് കാലി. ഉമ്മ മാനസികമായി സന്തോഷത്തിലാണ്. ഇപ്പം ചെറിയൊരു സന്തോഷത്തിലാണ്. ഈ ഒരു സംഖ്യ സ്വരൂപിക്കാൻ കഴിഞ്ഞതിലും അതുപോലെ ഇത് പൂർണ്ണതയിലേക്ക് എത്തിയതിലും. അപ്പം ഈ സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റഹീം നാട്ടിലെത്തണം. ഇവിടെ എത്തിയിട്ട് ഉമ്മാക്ക് കൺകുളിരെ കാണണം. എന്നാൽ മാത്രമേ ഉമ്മാന്റെ സന്തോഷം പൂർണ്ണതയിൽ എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇപ്പം നോമ്പിലാണ്. അതുപോലെ തന്നെ റഹീം അരമണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. റഹീം നോമ്പിലാണ്. റഹീമിനോട് 34 കോടി പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് പറഞ്ഞപ്പോഴും റഹീമിന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെയേറെ സന്തോഷവാനാണ് ആള്. പിന്നെ പറയാൻ വാക്കുകളില്ല. എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. കുടുംബത്തിന്റെയും എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. ഈ സന്തോഷവും കൂടി എന്താ പറഞ്ഞത്? ഇപ്പൊ എന്നോട് പറഞ്ഞില്ല. അന്ന് പറഞ്ഞത് അവിടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ, ഇത് കുറച്ച് നേരത്തെ നടത്താൻ വെച്ച് നമുക്ക് ഒപ്പരെ കണ്ടുകൂടേനോ എന്നുള്ള ഒരു വാക്ക് ഞാനൊന്നും പറഞ്ഞില്ല. അത് കേട്ടിനോട് ഉണ്ടാറായി ഞാൻ. പിന്നൊന്നും പറഞ്ഞു. ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവർ എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നു. കഴിഞ്ഞ 18 വർഷമായി പെരുന്നാൾ ഉണ്ണാതെ നിന്നിരുന്ന ആ ഉമ്മ ഇന്നിപ്പോൾ പെരുന്നാൾ പിറ്റേന്ന് വലിയ സന്തോഷത്തിൽ റംസാൻ നോമ്പിന് ശേഷം വീണ്ടും നോമ്പ് നോറ്റ് നിൽക്കുന്ന ഈ സമയത്താണ് 34 കോടി രൂപ സമാഹരിച്ച വിവരം ഇതിൽ വരുന്നത്. ഏതായാലും മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.